ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലുള്ള റോൾ എന്താണ്, അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു നിയോഗം നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചോ അല്ലെങ്കിൽ ഇനിയും അത് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ആയിരിക്കും. അതായത് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നാൾ പെൻഡിങ്ങിൽ വെച്ചിരുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്ന ശേഷം നിങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരേപോലെ പോയിരുന്ന ഒരു ലൈഫാണ് നിങ്ങളുടേത്, ആ ഒരു സിറ്റുവേഷൻ ഒരേപോലെ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി വന്ന ശേഷമായിരിക്കാം അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഒരേ ഒരു ലൈഫിൽ പോയിക്കൊണ്ടിരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കൂടുതലൊരു ശ്രദ്ധയൊന്നും കൊടുക്കാതെ പോയിരുന്ന വ്യക്തികളായിരിക്കാം. പല ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം അടിച്ചമർത്തി മുന്നോട്ട് പോയിരുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ പുതിയ എക്സ്പീരിയൻസസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റിവെച്ച പല കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന ശേഷം പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അതായത് ഒരു പരസ്പരം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ ചിലപ്പോൾ അത്രയും ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതുവരെ അനുഭവിക്കാൻ കഴിയാതിരുന്ന ഒരുപാട് സ്നേഹം ഈ ഒരു വ്യക്തി തന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കാം ഒരാളെ ഇത്രയധികം സ്നേഹിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇത്രത്തോളം സ്നേഹം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പോലും നിങ്ങൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തത് ഈ ഒരു വ്യക്തി വന്ന ശേഷമായിരിക്കാം. അതുപോലെയുള്ളൊരു ഡീപ്പ് ബോണ്ടിങ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ലവേഴ്സ് ഒറാക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മെസ്സേജിനകത്ത് നമുക്ക് ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു ഫ്രണ്ട്ഷിപ്പ് കാണാം. ഏത് തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിനകത്ത് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് പറയുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു വ്യക്തി, ആ ഒരു ഫ്രീഡം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ശേഷം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്കൊന്നും നോക്കാനായിട്ടില്ല, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എത്തിക്കഴിഞ്ഞു, സോ ഇത് തന്നെ ഇനി നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ട് അങ്ങോട്ട് പോകാൻ പോവുകയാണെന്നുള്ള ഒരു ചിന്ത ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഡീപ്പ് ബോണ്ടിങ്, അല്ലെങ്കിൽ പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കൊരു ഹീലിംഗ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. മേ ബി പലർക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ശേഷം പല കാര്യങ്ങൾക്കും നമ്മളിവിടെ പറഞ്ഞ പോലെ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു വിഷമത്തിനും ഇവരൊരു മെഡിസിനായിട്ട് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവർ കാരണം തന്നെ നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് വിഷമങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു സഫറിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു ഒറ്റപ്പെടലോ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ വന്ന ശേഷം ഹീലായി പോയിട്ടുണ്ടാവാം. പക്ഷേ സ്റ്റിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി മൂലം ഹീലാവാനായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവാം. അതായത് നമ്മൾ ഒരേ സമയത്ത് തന്നെ ശിക്ഷകനും രക്ഷകനും ആവുക എന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും.
ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന ശേഷം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക, അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കാരണം കൂടി നിങ്ങൾക്കൊന്ന് ഹീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കിയ മുറിവുകൾ ഇനിയിപ്പോൾ ആര് ഹീൽ ചെയ്യും എന്നുള്ള അവസ്ഥയിലൂടെ ചിലപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു സോൾമേറ്റ് കണക്ഷനാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തത്, അല്ലെങ്കിൽ ഇവരെ നിങ്ങൾ പരിചയപ്പെട്ടത് വെറും അവിചാരിതമായിട്ട് നടന്ന ഒരു സംഗതിയല്ല. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലൊരു റോളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്ന വ്യക്തിയാണ്, നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നൊരു വ്യക്തിയാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് തെറ്റിപ്പോകുന്നതായിട്ട് കാണാം. അതായത് നമ്മളിപ്പോൾ അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെയുള്ള ഒരവസ്ഥ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകും. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിനകത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു രീതിയിലും കൂടി പോകുന്നൊരു ബന്ധമാണ്. ഈ ഒരു പേഴ്സൺ ഹീൽ ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഫ്രീഡം എന്ന് പറയുന്നതും അത്രയും അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം ചില റിലേഷൻഷിപ്പിനകത്ത്, ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് വളരെയധികം അഡിക്റ്റ് ആയി പോയിട്ടുണ്ടാവാം. അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് എന്തൊക്കെയാണോ നിങ്ങൾക്ക് കിട്ടിയിരുന്നത് അത് തന്നെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കില്ല, എനിക്ക് ആ ഒരു പാറ്റേൺ തന്നെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് കഴിയുന്നവരെ ഞാൻ ഫോളോ ചെയ്യുള്ളൂ, ഈ ഒരു പേഴ്സൺ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. അതായത് വിട്ടുകൊടുക്കാനുള്ളൊരു മടി, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് വിടാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കില്ലാതെ ഹോൾഡ് ചെയ്ത് നിങ്ങൾ വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് ജേർണിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ടാസ്കുകൾ, ചില വഴികളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സണും എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം വേണം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെയും കൂടി ഒരു കമ്പാനിയൻഷിപ്പ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവരോടൊരു അഡിക്ഷൻ ഉണ്ട്. ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ സ്റ്റക്കായി പോകും. ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ പോലും ഈ ഒരു വ്യക്തി എനിക്ക് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വേദനിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഉറങ്ങാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ടാവാം. അത്രയധികം ആ ഒരു നമ്മളുടെ ഒരു മുറിവിൽ ആഴ്ന്ന് കുത്തിയിറങ്ങുന്ന പോലെയുള്ള ഒരു വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താതെ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആവാതെ അതിനെ അഴിച്ചു വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് പലർക്കും പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലർക്ക് നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ ആയിരിക്കാം ഈ ഒരു വ്യക്തി, ചിലർക്ക് ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയധികം നിങ്ങളുടെ ഒരു ബെസ്റ്റി പോലെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലർക്ക് ആ ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഭൂരിഭാഗം വ്യക്തികൾക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ലെവലിനേക്കാളും അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ബന്ധം തന്നെയാണിത്. നിങ്ങളുടെ ലൈഫിൽ ഇനി ഇതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഇനി വരാനും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടും ഇല്ല എന്നുള്ളൊരു ബന്ധം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ തമ്മിൽ ആ ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട്. ഫിസിക്കൽ അട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അത്രയും കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. മാത്രമല്ല ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒരുപാട് ഇഷ്ടമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരെ തിരിച്ചും അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഒരു ആരംഭഘട്ടത്തിലൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ കൂടുതൽ ഡീപ്പ് ആവുന്നതിന് മുൻപ് ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിന് തന്നെയായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ ആയിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് ആദ്യ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവുന്നത്. പിന്നീട് ഇതൊരു ഡീപ്പനിങ് എന്നുള്ള ഒരു ലെവലിലേക്ക് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ഓരോ മൊമെൻറ്റിലും, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിലും നിങ്ങളോടൊപ്പം തന്നെ വേണം, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ആ ഒരു രീതി നിങ്ങളോട് ഒരിക്കലും വിചാരിക്കാതിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ഹോൾഡ് ചെയ്ത് വെക്കാതെ നമ്മളായിട്ട് തന്നെ അതിനൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഫസ്റ്റ് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചിലപ്പോൾ ഇത്രയും ആരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടിയത് കൊണ്ട് തന്നെ ഇതെനിക്ക് കൂടെ വേണം എന്നുള്ള ആ ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ മാറ്റി നിർത്തി വളരെ സ്വതന്ത്രമായിട്ട് വിടുക. കാരണം അത് നിങ്ങളുടേതാണ്, അത് നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും എനിക്കിത് എൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾക്കും വേണം, അല്ലെങ്കിൽ ഓരോ നാഴിക എൻ്റെ ഒപ്പം വേണം എന്നുള്ള ആ ഒരു എനർജിയിൽ നിങ്ങൾ പോവാതിരിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ശാശ്വതമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം ഇതിനകത്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പല കാര്യങ്ങളും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടു പോവുകയില്ല, എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സാധിക്കാത്തൊരവസ്ഥ വരും. കാരണം
ആ ഒരു ലെസൺസ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഉണ്ടാവുന്ന വീഴ്ചകളിൽ നിന്ന് ഇതിനകത്തുള്ള വ്യക്തികൾ പാഠം പഠിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പർപ്പസ് മനസ്സിലാക്കുന്നില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മിസ്സിങ് പീസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര അകന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു മാഗ്നറ്റിക് അട്രാക്ഷനിൽ വീണ്ടും നിങ്ങൾ ഒരുമിച്ച് ചേരും എന്നുള്ളത് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനമാണ്. അപ്പോൾ ആ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ആ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ റീകൺസിലിയേഷൻ നിങ്ങളുടെ ലൈഫിൽ വളരെ ശാശ്വതമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വരുന്നവർ ശ്രദ്ധിക്കേണ്ടുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ബേർഡൻ ആയിട്ട് അല്ലെങ്കിൽ ബാധ്യതയായിട്ട് മാറുന്ന സിറ്റുവേഷൻ അവർക്കും ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അറിയാം, ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ, ആഗ്രഹമുണ്ടെങ്കിൽ പോലും മാറ്റി നിർത്തേണ്ടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു ഓവർ കൺട്രോളിങ് അവരെ ശ്വാസം മുട്ടിക്കുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ട് കൂട്ടരും അനുഭവിച്ചിട്ടുള്ളതായിട്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഓൾറെഡി നിങ്ങളിപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ കുറേ നാളിതൊരു ലാഗായിട്ട് കിടക്കുക, അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് പോവുക, ഒരു പാർട്ട്ണറിന് അല്ലെങ്കിൽ രണ്ടുപേരുടെയും മനസ്സിനകത്ത് മാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബാലൻസിങ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം ആവശ്യമുള്ളത് സംഗതി തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലൈഫ് ലോങ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ രണ്ട് കൂട്ടരാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും എടുക്കുന്ന ഒരു വാശി, അല്ലെങ്കിൽ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കടുംപിടുത്തം, നിർബന്ധ ബുദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫിസിക്കലി മാത്രമല്ല, മാനസികമായിട്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചേസ് ചെയ്യുന്നു. ഇപ്പോൾ ചിലവർ സെപ്പറേഷനിലേക്ക് ഇരിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, ആ ഒരു പേഴ്സൺ വാട്സപ്പിൽ വരുന്നുണ്ടോ, അവർ ഓൺലൈനിൽ നിൽക്കുന്നുണ്ടോ, അവരാരോടെങ്കിലും മിണ്ടുന്നുണ്ടോ, ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അവർ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു തരത്തിൽ നമ്മളായിട്ട് തന്നെ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിൽ കയറി വരും. അതിന് പകരമായിട്ട് ആ ഒരു റണ്ണർ ചേസർ എനർജിയിൽ നിന്ന് നിങ്ങൾ തന്നെ മാറിപ്പോവുക. ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നോളൂ. അതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഇനിഷ്യേറ്റീവ് ഇവിടെ എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളിവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കുറച്ചൊരു ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമുക്കൊരു വ്യക്തിയെയും ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളുടെ കൈപ്പിടിയിൽ നിർത്തുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ വരുത്തുക എന്ന് പറയുന്നത് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വന്നത് നിങ്ങളുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു പർപ്പസ് നിങ്ങൾ കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി രണ്ടും ഒരുപോലെ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ്, സൺ, ഇതൊക്കെ ആ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രകാശമായിട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ഉൾക്കൊള്ളുക. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് അങ്ങനെ തന്നെ വേണം എന്നുള്ള ആ ഒരു രീതിയിലുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ ഇതിനകത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര അകന്ന് പോയി കഴിഞ്ഞാലും വീണ്ടും ലൈഫിൽ ആ ക്രോസ് റോഡ്സിൽ വെച്ച് മീറ്റ് ചെയ്യേണ്ടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളായിട്ട് തന്നെ പല കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് പല കാര്യങ്ങൾ ഹീലാവാതെ കിടക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഹീലിംഗ് ഇതിനകത്ത് കൊടുക്കുക. നിങ്ങളുടെ മനസ്സ് വളരെയധികം ആ ഒരു ഹീലാവേണ്ടുന്ന ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഹീലിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്പിരിച്വലി കണക്റ്റ് ആവേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. നമ്മൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. നമ്മളുടെ ക്വാളിറ്റീനെ നമ്മൾ വിശ്വസിക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. നമ്മളെ തന്നെ സെൽഫ് ഫോക്കസ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളൊരു ഫോക്കസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ പുറകെ നിങ്ങൾ ആ ഒരു റണ്ണർ ചേസർ എനർജിയിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവരും ഓടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരും നിൽക്കാതെയുള്ള ഓട്ടത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും ഈ ഒരു പേഴ്സൺ വരേണ്ടുന്നൊരു നിയോഗമുള്ളതുകൊണ്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ പോലും അത് ശാശ്വതമായിട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ആ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പോയേക്കാം. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലെസൺസ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ മനസ്സിലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, ബെറ്റർ എക്സ്പീരിയൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു പ്രകാശം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്നുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ടുള്ള യോഗം ഉണ്ടാവും എന്നുള്ളതാണ്.
അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ ചില ചലഞ്ചസ് ആയിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നമ്മളായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പർപ്പസാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സമയത്ത് മറ്റൊരാളെ കൂട്ടുവിളിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അയാൾ നമ്മളോടൊപ്പം വേണമെന്ന് വാശി പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കാതെ ഇരിക്കാം. കാരണം നമ്മൾ ആ ഒരു ചലഞ്ചസും കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് തന്നെ നേരിടണം എന്നുള്ള ഒരു നിയോഗമായിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജീസ് പ്രകാരം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു നമ്മൾ ഫീൽ ഫ്രീ എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ആ ഒരു രീതിയിൽ കാണേണ്ടുന്ന ഒരു ബന്ധം തന്നെയാണ്. ഏത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ളതെങ്കിലും ആ ഒരു തരത്തിൽ തന്നെ നിങ്ങളത് മനസ്സിലാക്കുക. കൂടുതൽ കൂടുതൽ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു റണ്ണർ ചേസർ എനർജിയിൽ പോവാതിരിക്കുക. തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ യൂണിവേഴ്സായിട്ട് തന്നെ വീണ്ടും നിങ്ങളെ ആ ഒരു ക്രോസ് റോഡ്സിൽ വെച്ച് മീറ്റ് ചെയ്യിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റീഡിങ്ങിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും പലരും ഇപ്പോൾ പല ഫേസിലായിരിക്കും നിൽക്കുന്നത്. ചിലവർ വീണ്ടും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു സെപ്പറേഷന് ശേഷം റീകൺസിൽ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ റീകൺസിലേഷന് ശേഷം വീണ്ടും ഒരു അകൽച്ച ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. ചിലർ ആ ഒരു സെപ്പറേഷനിൽ തന്നെയായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സാഹചര്യം പലർക്കും പലത് തന്നെയായിരിക്കാം. എങ്കിലും ഇതിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു ഔട്ട്കം മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇനിയും പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണിൽ നിന്ന് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇനിയും പല രീതിയിലുള്ള ഒരു സാന്ത്വനമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിട്ട് ഈ ഒരു പേഴ്സൺ തന്നെ വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീകൺസിലേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ റീകൺസിൽ ആയിട്ടുണ്ടാവും, ഒരുമിച്ച് തന്നെ ഉണ്ടാവാം, ചില പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.